ബിഗ് ബോസ് മലയാളം സീസൺ 7 അപ്പം ജൂണില് ആഗസ്റ്റില് ഒക്കെ തുടങ്ങുമെന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞു. അപ്പം ജൂണിൽ തുടങ്ങാനുള്ള സാധ്യതകളെ പറ്റിയും ഓൾറെഡി ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞു. ഇപ്പം ജൂണിലാണെന്നുണ്ടെങ്കിലും ആഗസ്റ്റിലാണെന്നുണ്ടെങ്കിലും തുടങ്ങട്ടെ, നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ നമുക്ക് എന്താണെന്നുണ്ടെങ്കിലും ഈ ഒരു വർഷം സീസൺ 7 ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ കണ്ടസ്റ്റൻസ് സീസൺ 7ലേക്ക് വരുന്ന കണ്ടസ്റ്റൻസിന്റെ പ്രഡിക്ഷൻ ലിസ്റ്റുകളുടെ ഒരു പെരുമഴ തന്നെയായിരിക്കും ഇനി വരും ദിവസങ്ങളിലല്ലെന്നുണ്ടെങ്കിൽ ഒരു മാസം കൂടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പല സോഷ്യൽ മീഡിയകളിലും ഇറങ്ങി തുടങ്ങും. എന്നാണേലും നമുക്കൊരു സൈഡിൽ നിന്ന് തുടങ്ങാം. കഴിഞ്ഞ വർഷം അവസാനിക്കുമ്പോഴത്തേനും കുറെ ലിസ്റ്റുകളൊക്കെ അല്ലെങ്കിൽ ചെറിയ രീതിയിലെങ്കിലും സീസൺ 7ന്റെ ബിഗ് ബോസ് ടീം കുറച്ച് ഓഡീഷൻസ് ഒക്കെ നടത്തിയിരുന്നു, പലരെയും വിളിച്ചിരുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ ഒരു പ്രോപ്പർ ചാനലിലൂടെ ഒന്നും തന്നെ നടക്കുന്നില്ലായിരുന്നു. അപ്പോൾ വരുന്ന മാസം മുതൽ ഒരു പ്രോപ്പർ ചാനലിലൂടെ ഓഡീഷൻസ് ഒക്കെ നടക്കുമെന്ന് തന്നെയാണ് അറിയുന്നത്. അതുപോലെ ഇപ്പോഴും അണ്ടർഗ്രൗണ്ടിലൂടെ ഇവർ രഹസ്യമായി തന്നെ വളരെ സീക്രട്ട് ആയിട്ട് തന്നെ ബിഗ് ബോസ് സീസൺ 7ലേക്കുള്ള ആളുകളെയൊക്കെ അവർ നോക്കിക്കൊണ്ടിരിക്കുകയും കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. എന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ലിസ്റ്റുകൾ നോക്കാം. ഇതിപ്പോ എല്ലാവരും ഇതിനകത്ത് വരുമെന്നൊന്നും അല്ല. നമ്മുടെ മുൻ വീഡിയോയിലൊക്കെ നോക്കി അല്ലെങ്കിൽ കഴിഞ്ഞ സീസണിലെ വീഡിയോ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമ്മളെല്ലാ ആ ഒരു സീസണിലേക്കുള്ള എല്ലാ കണ്ടസ്റ്റൻസിന്റെ പ്രഡിക്ഷൻ ലിസ്റ്റുകൾ മുതൽ നമ്മുടെ കൺഫേം ലിസ്റ്റ് വരെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഒന്നോ രണ്ടോ പേരൊഴിച്ച് ബാക്കി എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു. ഒന്നോ രണ്ടോ പേരും നമ്മുടെ ലിസ്റ്റുകളിലൊക്കെ ഉൾപ്പെട്ടവർ തന്നെയായിരുന്നു. ഇതിപ്പോൾ ആ ഒരു ഇതിലേക്കൊന്നും നോക്കണ്ട, അതൊക്കെ അടുത്ത ആ ഒരു സീസൺ തുടങ്ങുന്ന സമയത്തേക്കൊക്കെ ആകുമ്പോഴേ കൺഫേംഡ് ആയിട്ടുള്ള ലിസ്റ്റുകളൊക്കെ കിട്ടത്തുള്ളൂ. ഇപ്പോൾ നമുക്കൊരു പ്രഡിക്ഷൻ, അതായത് ബിഗ് ബോസ് എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിൽ കുറെ കോൺട്രാവേഴ്സികൾ ക്രിയേറ്റ് ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഹൈപ്പായിട്ടും ഒക്കെ നിൽക്കുന്നവർക്കാണല്ലോ കുറെ സാധ്യതകൾ കൂടുതൽ. കാരണം കണ്ടന്റുകൾ അവർക്കാണ് കുറച്ച് പോസിബിലിറ്റീസ് കൂടുതൽ. അതായത് ആർട്ടിസ്റ്റ് ആയിട്ടുള്ളവരും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് അതുപോലെ തന്നെ സെലിബ്രിറ്റീസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരുമായിട്ടുള്ള കുറെ ആൾക്കാരൊക്കെ തന്നെ ആയിരിക്കും നമ്മുടെ ബിഗ് ബോസിലേക്ക് വരുന്നത്. അതിന്റെ കൂട്ടത്തിൽ ഒന്നോ രണ്ടോ കോമണേഴ്സും ഉണ്ടായിരിക്കും. അപ്പം കോമണേഴ്സിന്റെ കാര്യങ്ങളൊന്നും നമുക്കിപ്പോൾ അറിയാൻ സാധിക്കത്തില്ല. അതൊക്കെ ലാലേട്ടൻ വന്ന് അതിനെ പറ്റിയുള്ള ഇൻഫോർമേഷൻ ഒക്കെ കൊടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കത്തുള്ളൂ. എന്താണേലും നമുക്ക് നിലവിൽ കഴിഞ്ഞൊരു സീസണുകളിലൊക്കെ പലരുടെയും പേര് കണ്ടുവന്നവരൊക്കെ ഈ ഒരു സീസണിലും കാണുന്നുണ്ട്. അതുപോലെ തന്നെ വിളിക്കുന്നുണ്ടെന്നും വിളിച്ചിട്ടുണ്ടെന്നും ഒക്കെ അറിയുന്നുണ്ട്. അപ്പം അവരാരൊക്കെയാണെന്ന് നമുക്ക് ഒന്ന് നോക്കാം. ഇവരൊന്നും വരുമെന്നൊന്നും ഒരു ഉറപ്പുമില്ല കേട്ടോ. ഇപ്പം നമ്മളൊന്ന് നോക്കുന്ന നിലവിൽ സോഷ്യൽ മീഡിയകളിലൊക്കെ പല രീതിയിൽ അവരുടേതായ സാന്നിധ്യം അറിയിച്ചുകൊണ്ടിരിക്കുന്ന കുറെ ആൾക്കാർ അല്ലെങ്കിൽ ബിഗ് ബോസിലേക്ക് വരണമെന്നുള്ളവരൊക്കെ ഈ ഒരു ബിഗ് ബോസിന്റെ സീസൺ അല്ലെ ഒരു സീസൺ കഴിയുമ്പോൾ മുതൽ അവർ ഓരോ അഭിപ്രായങ്ങളൊക്കെ കാണിച്ചു തുടങ്ങും. കുറച്ചുപേര് വളരെ ഡീസെന്റ് ആയിട്ട് അവരുടേതായിട്ടുള്ള കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യും. കുറെ പേര് വളരെ കോൺട്രാവേഴ്സി ആയിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടും. അവരെ 4 പേരുടെ മുന്നിലേക്ക് അറിയിക്കാൻ വേണ്ടിയിട്ട് താല്പര്യമുള്ളവരൊക്കെ അവരുടെ ലൈഫ് സ്റ്റൈലിൽ നടക്കുന്ന കാര്യങ്ങളിലൊക്കെ ഇടപെട്ടവർ ഓട്ടോമാറ്റിക്കലി അതിലേക്ക് വന്നുപെടുന്നതാണ്. അതിൽ നിന്ന് ബിഗ് ബോസിന് താല്പര്യമുള്ള ബിഗ് ബോസ് ടീമിന് താല്പര്യമുള്ളവരെ അവരുടെ സൈഡിൽ നിന്ന് വിളിക്കുന്ന ആൾക്കാരുമുണ്ട്. എന്താണെങ്കിലും നമുക്ക് നോക്കാം നിലവിൽ ആരൊക്കെയാണ്. നമുക്കൊരു 10-20 പേരുടെ ലിസ്റ്റ് ഉണ്ട്. അപ്പൊ അതിൽ നിങ്ങൾക്ക് ആരൊക്കെ വരണമെന്നോ അല്ലെന്നുണ്ടെങ്കിൽ ഇവരിൽ ആരെങ്കിലും ഒക്കെ വരാൻ സാധ്യതകൾ ഉണ്ടെന്നോ ഒക്കെ തോന്നുന്നവരുടെ ലിസ്റ്റൊക്കെ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക. നിങ്ങളുടെ ഒരു അറിവിൽ ആരെങ്കിലും വരുന്നുണ്ടെന്ന് ഒരു ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ കമന്റിൽ അറിയിക്കുക. ഇതിൽ ആരൊക്കെ വരണമെന്ന് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവരുടെ പേരൊന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യം തന്നെ ആക്ടറായിട്ടുള്ള ക്രിസ്റ്റി സെബാസ്റ്റ്യന്റെ പേരാണ്. സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗിലും അതുപോലെ തന്നെ ലാസ്റ്റ് സീസണിലൊക്കെ വരുമെന്ന് കേട്ടിട്ടുള്ള ഒരു ആക്ടറാണ്. കുറച്ച് മൂവീസിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഫോട്ടോ ഞാൻ എന്താണെന്നുണ്ടെങ്കിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ അറിയുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക. ലാസ്റ്റ് സീസണിൽ നമ്മുടെ പ്രഡിക്ഷൻ ലിസ്റ്റിലൊക്കെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി കൂടിയാണ്. അധികം സിനിമ ഫീൽഡിലേക്കൊക്കെ ഇറങ്ങി വരുന്നേ ഉള്ളൂ. സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗിലും ഒക്കെ ഉണ്ടെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം ക്രിസ്റ്റി സെബാസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ സീസണിലും നമ്മൾ കേട്ടിരുന്നു, പക്ഷെ സീസണിൽ എത്തിയില്ല. അപ്പൊ ഈ ഒരു സീസണിലും പറയുന്നുണ്ട് ബിഗ് ബോസിൽ പോകാൻ താല്പര്യമുണ്ടെന്നൊക്കെ അറിയുന്നുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. അടുത്തത് നമ്മുടെ ഷൺമുഖദാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും അറിയാൻ സാധ്യതയില്ല. വളരെ കുറച്ചു പേർക്ക് മാത്രമേ അറിയാൻ സാധ്യതയുള്ളൂ. ദാസേട്ടൻ കോഴിക്കോട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും തന്നെ അറിയും. വേറൊന്നുമല്ല, അത്യാവശ്യം കോൺട്രാവേഴ്സികളും കണ്ടന്റ് ക്രിയേറ്റർ ആണ്. കോൺട്രാവേഴ്സികൾ ഉൾപ്പെടുന്ന കണ്ടന്റ് ക്രിയേറ്റർ ആണ്, ആക്ടറാണ്. കുറച്ച് മൂവിയിലൊക്കെ തല കാണിച്ചിട്ടുണ്ട്. ഇതൊക്കെ തന്നെയാണ് ആളെ സംബന്ധിച്ച് ഫേമസ് ആയിട്ടുള്ള കാര്യം. ലാസ്റ്റ് ഇപ്പോൾ നമ്മുടെ ഒരു റീൽ ക്രിയേഷൻ, അതായത് ചാന്തുപൊട്ടിലെ ഒരു സോങ്ങിന്റെ റീക്രിയേഷനുമായി ബന്ധപ്പെട്ട് രേണു സുധി ഇവര് ഒരു റിക്രിയേഷൻ റീൽ ക്രിയേറ്റ് ചെയ്തു. അതുമായി ആ ഒരു കണ്ടന്റ് ക്രിയേഷന്റെ പേരിൽ ഒത്തിരി സോഷ്യൽ മീഡിയകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ദാസേട്ടൻ കോഴിക്കോട്. അതുപോലെ തന്നെ മുൻ സീസണുകളിലും ഈ ഒരു
വ്യക്തിയുടെ പേര് പ്രഡിക്ഷൻ ലിസ്റ്റുകളിലൊക്കെ പലതവണ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പല ഇന്റർവ്യൂകളിലും പുള്ളിക്ക് ബിഗ് ബോസിലേക്ക് വരാൻ താല്പര്യമുള്ളതെന്നുള്ള കാര്യങ്ങളും അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഈ ഒരു സീസണിലും പ്രഡിക്ഷൻ ലിസ്റ്റുകളിലും പുള്ളിയെ വിളിക്കുമെന്ന് കരുതുന്നു. കാരണം അതിനനുസരിച്ച് പുള്ളി സോഷ്യൽ മീഡിയകളിൽ കുറച്ച് ഹൈപ്പും അതുപോലെ തന്നെ കണ്ടന്റ് കൊടുക്കുന്നുണ്ട്. കുറച്ച് കോൺട്രവേഴ്സികളിലൊക്കെ ഇറങ്ങി പുള്ളി തന്നെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അത് ബിഗ് ബോസിലേക്ക് വരാനുള്ള സാധ്യതകൾക്ക് വേണ്ടി അല്ലെങ്കിൽ അതിനുള്ള ഒരു അവസരം ക്രിയേറ്റ് ചെയ്യുന്നതും കൂടി ആവാം. എന്താണെങ്കിലും നമുക്ക് നോക്കാം. കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ പുള്ളിയെ കഴിഞ്ഞ് വേറെ ആരുമില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ നമുക്ക് നോക്കാം. അടുത്തത് ദാസേട്ടൻ കോഴിക്കോടിന്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് തന്നെ നമുക്ക് തൊട്ട് താഴെ തന്നെ പറയാൻ സാധിക്കുന്നത് രേണു സുധി, കൊമഡിയനാണ് സുധിയുടെ വൈഫ്. അപ്പം ഈ ഒരു സെയിം കോൺട്രവേഴ്സിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ ഒരു സംഭവത്തിന് ശേഷം ഈ ഒരു ആളും സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ചർച്ചാ വിഷയങ്ങളാകുന്നുണ്ട്. നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും പല രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമാകുന്നുണ്ട്. ഇപ്പൊ ഈ ഒരു സോങ് റീക്രിയേഷന്റെ പേരിൽ രണ്ടുപേരും, രേണു ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ദാസേട്ടൻ കോഴിക്കോടാണെന്നുണ്ടെങ്കിലും സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം കോൺട്രവേഴ്സികളിൽ വന്നുകൊണ്ടിരിക്കുന്ന രണ്ട് വ്യക്തികളാണ്. അപ്പം ആളുടെ പേരും കേൾക്കുന്നുണ്ട്, സാധ്യതയുണ്ട് ബിഗ് ബോസിൽ വരാനുള്ള. അപ്പം ബിഗ് ബോസിന്റെ സൈഡിൽ നിന്നാണെന്നുണ്ടെങ്കിലും നോക്കുമ്പോൾ അത്യാവശ്യം സോഷ്യൽ മീഡിയകളിൽ കോൺട്രവേഴ്സികൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരവസരങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവരാണല്ലോ, ചിലപ്പോൾ വന്നേക്കാം. അപ്പൊ നിങ്ങൾ പ്രേക്ഷകരും നിങ്ങളുടെ അഭിപ്രായം പറയുക, വരാനുള്ള സാധ്യതകൾ ഉണ്ടോ എന്ന്. അടുത്തത് നമുക്ക് ആങ്കർ ആയിട്ടുള്ള രോഹൻ ലോണ, ഓൺലൈൻ മീഡിയകളിലൊക്കെ ആങ്കർ ആയിട്ടുള്ള രോഹൻ ലോണ എല്ലാവർക്കും അറിയാവുമായിരിക്കും എന്ന് കരുതുന്നു. യൂട്യൂബിലും അതുപോലെ തന്നെ പല ഓൺലൈൻ മീഡിയകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ബിഗ് ബോസ് കണ്ടസ്റ്റൻസിനെയൊക്കെ ഇന്റർവ്യൂ ചെയ്തിട്ടുള്ള ഒരു ആൾ കൂടിയാണ്. കഴിഞ്ഞ ഒരു സീസണിലും കേട്ടിരുന്നു, എന്നാൽ ഒരു ഹാഫ് ടൈം കഴിഞ്ഞപ്പോഴത്തേനും ആ ഒരു പേരൊക്കെ പ്രഡിക്ഷൻ ലിസ്റ്റുകളിൽ നിന്നും മാറി തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഈ ഒരു സമയത്ത് മിക്കവാറും സാധ്യതകൾ കൂടി വരുന്നൊരു കണ്ടസ്റ്റന്റ് എന്ന് തന്നെ നമുക്ക് പറയാം രോഹൻ ലോണ എന്ന് പറയുന്നത്. കാരണം അത്യാവശ്യം സോഷ്യൽ മീഡിയകളിലും അതുപോലെ തന്നെ തൻ്റെതായിട്ടുള്ള വ്യക്തിത്വം ഓരോ ഇന്റർവ്യൂകളിലും കാണിച്ച് മുൻപോട്ട് വരുന്നുണ്ട്. അത്യാവശ്യം പേരെടുത്ത് വരുന്ന ഒരു വ്യക്തിയാണ് രോഹൻ. അടുത്തത് നമ്മുടെ മല്ലു ഫാമിലിയിലെ സുജിൻ കൃഷ്ണയാണ്. അപ്പം സോഷ്യൽ മീഡിയകളിൽ കോൺട്രവേഴ്സികൾ പുള്ളിയെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം, നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. കോൺട്രവേഴ്സികളിൽ ഉൾപ്പെട്ടുകൊണ്ട് നിരന്തരം എല്ലാ വീഡിയോകളിലാണെന്നുണ്ടെങ്കിലും കഴിഞ്ഞൊരു സീസൺ കഴിഞ്ഞ സമയത്തും ഈ ഒരു പുള്ളിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മല്ലു ഫാമിലിയും സുജിനുമായി ബന്ധപ്പെട്ട് അവരുടെ ഫാമിലിയുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ വളരെ ചർച്ചയായിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പം ബിഗ് ബോസിനും അതൊക്കെ തന്നെയാണല്ലോ വേണ്ടത്. അപ്പം അതുകൊണ്ട് സുജിനും ബിഗ് ബോസിലേക്ക് വരാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാവത്തില്ല. അപ്പം എന്താവുന്നു നമുക്ക് നോക്കാം. അടുത്തത് നമുക്ക് സെലിബ്രിറ്റി ഫിറ്റ്നസ് ട്രെയിനർ ആയിട്ടുള്ള ഡിൻസിലം ഇക്ബാലിന്റെ പേരാണ്. കഴിഞ്ഞ തവണയും ഉണ്ടായിരുന്നു. കഴിഞ്ഞ തവണയും നമ്മുടെ പ്രഡിക്ഷൻ ലിസ്റ്റുകളിൽ ഉണ്ടായിരുന്നു. അവസാന സമയം വരെയും ഡിൻസിലിന്റെ പേരുണ്ടായിരുന്നു. കണ്ടന്റ് ക്രിയേഷനിൽ ഒരു ഫിറ്റ്നസ് ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട് കണ്ടന്റ് ക്രിയേഷനിൽ അത്യാവശ്യം നല്ല രീതിയിൽ കോൺട്രവേഴ്സികളിൽ ഉൾപ്പെടുന്ന ഒരു വ്യക്തി കൂടിയാണ് ഡിൻസിൽ. അപ്പം നമുക്ക് നോക്കാം ഈ ഒരു തവണ വരുവോ ഇല്ലയോ എന്നുള്ള കാര്യം. അപ്പം നിങ്ങൾ പ്രേക്ഷകരും അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക. വരാൻ സാധ്യതകളുണ്ടോ, വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്നൊക്കെ. അടുത്തത് LGBTQ കാറ്റഗറിയിൽ നിന്ന് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും LGBTQവും ഒക്കെ കാറ്റഗറിയിൽ നിന്ന് വരുന്ന ഒരു ജാസി അല്ലെന്നുണ്ടെങ്കിൽ ജാസി അൻഷി, ഇവർ രണ്ടുപേരുടെയും പേര് കേൾക്കുന്നുണ്ട്. അപ്പം ആരെങ്കിലും ഒരാൾ വരാം, അല്ലെന്നുണ്ടെങ്കിൽ രണ്ടുപേര് വരുവോ അല്ലെങ്കിൽ ഒരാൾ വരുവോ എന്നതിനെ കുറിച്ച് അറിയത്തില്ല. അപ്പൊ അവരുടെ രണ്ടുപേരുടെ പേരും കേൾക്കുന്നുണ്ട്. ഫോട്ടോ എന്താണെന്നുണ്ടെങ്കിലും എല്ലാവരുടെയും ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പം അല്ലെന്നുണ്ടെങ്കിൽ ആരായിരിക്കും നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ആകും. അപ്പം ജാസി അതുപോലെ തന്നെ ജാസി അൻഷി, ഇവർ രണ്ടുപേരുടെയും പേരും കേൾക്കുന്നുണ്ട്. LGBTQ പ്രതിനിധീകരിച്ച് ഇവര് വരാനുള്ള സാധ്യതകൾ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. അടുത്തത് നമ്മുടെ ലെസ്ബിയൻ കപ്പിൾസ് ആയിട്ടുള്ള ആദില നൂറ, ഇവരുടെ പേരാണ് കേൾക്കുന്നത്. ഇവർക്ക് കഴിഞ്ഞ ബിഗ് ബോസ് സീസണിൽ ഇവരെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ അറിഞ്ഞിരുന്നു. കഴിഞ്ഞ ബിഗ് ബോസിന്റെ പ്രഡിക്ഷൻ ലിസ്റ്റുകളിലൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അതുപോലെ ഇവർക്ക് കോളത്തിൽ നിന്നുള്ള കാര്യം ഇവർ തന്നെ പല ഇന്റർവ്യൂകളിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചില സാങ്കേതിക തടസ്സങ്ങളാൽ ഇവർക്ക് പോകാൻ സാധിച്ചില്ല, അല്ലെന്നുണ്ടെങ്കിൽ വേണ്ടെന്ന് വെച്ചു. അപ്പൊ ഈ ഒരു സീസണിൽ ചിലപ്പം പോയേക്കാം. അവർക്ക് എന്താണെങ്കിലും മുൻ സീസണിലൊക്കെ നമുക്കറിയാം, ഒരു സീസണിൽ പറ്റിയില്ലെങ്കിൽ ചിലപ്പോൾ അടുത്ത സീസണിലും തിരിച്ചു വിളിച്ചേക്കാം, അത് കഴിഞ്ഞിട്ടുള്ള സീസണിലും വിളിച്ചേക്കാം. അതുകൊണ്ട് ഈ ഒരു സീസണിൽ സാധ്യതകൾ തള്ളിക്കളയാൻ സാധിക്കത്തില്ല. പ്രഡിക്ഷൻ ലിസ്റ്റുകളിൽ എന്താണെങ്കിലും ഇവരുടെ ഒരു പേരും വരുന്നുണ്ട്. ഇവരും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കോൺട്രവേഴ്സികളിലൊക്കെ ഉണ്ട്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് കാറ്റഗറിയിൽ വരുന്ന രണ്ടുപേരാണ്.
അടുത്തത് ആക്ടർ ആയിട്ടുള്ള അല്ലെങ്കിൽ സീരിയൽ ആക്ടർ ആയിട്ടുള്ള അരുൺ ഒളിമ്പ്യനാണ്. നമ്മുടെ ഏഷ്യാനെറ്റിന്റെ തന്നെ ഫാമിലിയിലുള്ള ഏഷ്യാനെറ്റിന്റെ സീരിയലിലുള്ള ഒരു വ്യക്തിയാണ്. ലാസ്റ്റ് സീസണിലും ആളുടെ പേരൊക്കെ ഉണ്ടായിരുന്നു, സീസൺ 6 എത്തുന്നുണ്ടായിരുന്നു എന്ന്. പിന്നീട് ആളെ കുറിച്ച് പ്രത്യേകിച്ച് അറിവും കാര്യങ്ങളും ഉണ്ടായില്ല. ഇപ്പോഴും സീരിയൽ ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അറിയത്തില്ല ആൾ വരുമോ എന്നതിനെ കുറിച്ച് എനിക്ക് ഡൗട്ട്ഫുൾ ഉണ്ട്. പക്ഷെ പ്രഡിക്ഷൻ ലിസ്റ്റുകളിലൊക്കെ വരുന്നുണ്ട്. കാരണം 2-3 മാസത്തെ കാര്യമാണല്ലോ. അപ്പം പകരം ഒരാൾ അവിടെ വന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ആൾക്ക് വരാവുന്നതേ ഉള്ളൂ. ബട്ട് സാഹചര്യം എന്താണെന്ന് അറിയത്തില്ല. എന്നാണെങ്കിലും നമുക്ക് നോക്കാം. ആളുടെ പേരും നമ്മുടെ അരുൺ ഒളിമ്പ്യന്റെ പേരും ഈ പറയുന്നത് പോലെ പ്രഡിക്ഷൻ ലിസ്റ്റുകളിൽ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ പ്രേക്ഷകർ പറയുക, ആള് വരുന്നതിലോട് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ, വരണമോ എന്നൊക്കെ. അടുത്തത് സിനി ആക്ട്രസ് ആയിട്ടുള്ള മറീന മൈക്കിളിന്റെ പേരാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ഒരു സീസണിന്റെ സമയത്തും പേരുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ കുറച്ച് കോൺട്രവേഴ്സികളിലും കാര്യങ്ങളിലും സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ചകൾ, പല കാര്യങ്ങളിലും സോഷ്യൽ കാര്യങ്ങളിലൊക്കെ ഉൾപ്പെട്ട ചർച്ചകളിലൊക്കെ ഉണ്ടായിരുന്നു, പല കോൺട്രവേഴ്സികളിലും ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ സോഷ്യൽ മീഡിയയിൽ അത്ര ഹൈപ്പും കാര്യങ്ങളും ഒന്നും കേൾക്കുന്നില്ല. എന്നാൽ ഒരു യങ് സിനി ആക്ട്രസ് എന്ന നിലയിൽ വരാനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ സാധിക്കത്തില്ല. ചിലപ്പോൾ വന്നേക്കാം. പ്രഡിക്ഷൻ ലിസ്റ്റുകളിൽ എന്താണെന്നുണ്ടെങ്കിലും കഴിഞ്ഞ തവണത്തെ പോലെ കഴിഞ്ഞ തവണ ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെ ചിലപ്പോൾ ഈ ഒരു തവണ പരിഗണിച്ചേക്കാം. അടുത്തത് ജാനകി ഓംകുമാർ, നമ്മുടെ ഡോക്ടർ ഡാൻസർ ഒക്കെ ആയിട്ടുള്ള ജാനകി ഓംകുമാറിന്റെ പേരാണ്. കഴിഞ്ഞ തവണയും നമ്മൾ കേട്ടിരുന്നു സീസൺ 6 വരുമെന്ന്. കഴിഞ്ഞ ആ ഒരു തവണയൊക്കെ അത്യാവശ്യം സോഷ്യൽ മീഡിയകളിലൊക്കെ, അല്ലെങ്കിൽ കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ സീസണുകളിലൊക്കെ ആ ഒരു ഡാൻസുമായി ബന്ധപ്പെട്ട് കുറച്ച് സോഷ്യൽ മീഡിയകളിലൊക്കെ സ്റ്റാർ ആയിട്ട് നിന്ന ഒരു വ്യക്തി കൂടിയാണ്. എന്നാൽ ഇപ്പം അതുമായി ബന്ധപ്പെട്ട ഹൈപ്പും കാര്യങ്ങളും ഒന്നുമില്ല. ബട്ട് ബിഗ് ബോസിലേക്ക് സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കത്തില്ല. വരാനുള്ള സാധ്യതകളും ഉണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. ലാസ്റ്റ് സീസണിലും ഉണ്ടെന്ന് കേട്ടിരുന്നു. എന്നാൽ അവസാന നിമിഷം ഒരു ആളുടെ പേരും പിന്നീട് മാറിപ്പോകുന്നതാണ് കണ്ടത്. അപ്പം ജാനകി ഓംകുമാർ വരുമോ ഇല്ലയോ എന്ന് നോക്കാം. അപ്പം നിങ്ങളുടെ അഭിപ്രായം പറയുക എന്താണ് എന്നുള്ളതൊക്കെ. അടുത്തത് നമുക്ക് പ്രിയങ്ക അനൂപ്, അതായത് ഒരു സീനിയർ ആക്ട്രസ് കാറ്റഗറിയിൽ നമുക്ക് എടുക്കാം. അത്യാവശ്യം കോമഡി സിനിമയിലും അതുപോലെ തന്നെ കോമഡി പ്രോഗ്രാമുകളിലും സീരിയലുകളിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരു സീനിയർ ആക്ട്രസ് കാറ്റഗറിയിൽ എത്താനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ ടെലിവിഷനിലും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഒരു സീനിയർ ആക്ട്രസ് കാറ്റഗറിയിൽ പറയുന്നുണ്ട്. കഴിഞ്ഞ തവണയും അവിടെ ഇവിടെയൊക്കെ പറയുന്നുണ്ടായിരുന്നു. സീസൺ 5 മുതൽ പറയുന്നുണ്ടായിരുന്നു, പക്ഷേ എത്താൻ സാധിച്ചിട്ടില്ല. അപ്പം ഈ ഒരു സീസൺ 7 എത്താനുള്ള സാധ്യതകൾ ഉണ്ടെന്നാണ് കേൾക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. അടുത്തത് സരിത ബാലകൃഷ്ണൻ, സീരിയൽ ആക്ട്രസ് ആണ്. അപ്പം മുൻപ് പറഞ്ഞതുപോലെ പ്രിയങ്ക അനൂപിനെ പോലെ തന്നെ ഒരു ആക്ട്രസ് കാറ്റഗറിയിൽ വരാനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ സാധിക്കത്തില്ല. സീരിയലിലൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു കാറ്റഗറിയിൽ കഴിഞ്ഞ ഒരു സീസണിൽ ഞാൻ പ്രഡിക്ഷൻ ലിസ്റ്റിൽ പറഞ്ഞിരുന്നു എന്ന് തോന്നുന്നു സരിത ബാലകൃഷ്ണന്റെ പേര്. ഒരു സീനിയർ, അത്രയ്ക്ക് ഏജ്ഡ് ഒന്നും അല്ല, ഒരു മിഡ് റേഞ്ച് ആണ്. എന്നാൽ പോലും ഈ പറയുന്നത് പോലെ ഒരു സീനിയർ ആക്ട്രസ് കാറ്റഗറിയിൽ ബിഗ് ബോസിലേക്ക് വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പം അടുത്തത് ശ്രീലക്ഷ്മി അറക്കലാണ്. ഈ ശ്രീലക്ഷ്മി അറക്കലിന്റെ പേര് ഒത്തിരി സീസൺ തൊട്ട് കേൾക്കുന്നതാണ്. വരുന്നുണ്ട്, ബിഗ് ബോസിലേക്ക് വരും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇതുവരെയും എത്തിയിട്ടില്ല. എൻ്റെ ഒരു അറിവിൽ പുള്ളിക്കാരത്തി വരാനുള്ള സാധ്യതകളില്ല. കാരണം കുറച്ച് ഇമേജ് കോൺഷ്യസ് ആയിട്ടുള്ളവരൊന്നും ബിഗ് ബോസിലേക്ക് വരാനുള്ള സാധ്യതകളില്ല. പക്ഷെ എല്ലാ പ്രഡിക്ഷൻ ലിസ്റ്റുകളിലും വരുന്നുണ്ട്, പലരും സാധ്യതകൾ പറയുന്നുണ്ട്. അപ്പം ഞാനും അതുകൊണ്ട് തന്നെ അത് ഉൾപ്പെടുത്തുന്നു, വരാതിരിക്കാം. അപ്പൊ നിങ്ങളും പറയുക, ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ അറിവുണ്ടോ, ഇനി വന്നു കഴിഞ്ഞാൽ എന്ത് പറയും, അല്ലെങ്കിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്നതൊക്കെ നിങ്ങൾ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക. അപ്പൊ ശ്രീലക്ഷ്മി അറക്കലിന്റെ പേര് നമ്മൾ ഈ ഒരു ബിഗ് ബോസ് സീസൺ 7 ഉൾപ്പെടുത്തുകയാണ്. കഴിഞ്ഞ സീസണും അതിന് മുമ്പത്തെ സീസണിലും എല്ലാം ഉൾപ്പെടുത്തിയിരുന്നു. സോഷ്യൽ ആക്ടിവിറ്റീസും ഫെമിനിസ്റ്റും ടീച്ചറും ഒക്കെ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ പറയുന്ന ശ്രീലക്ഷ്മി അറക്കൽ. അപ്പൊ നമുക്ക് നോക്കാൻ വരുമോ ഇല്ലയോ എന്നുള്ളത്. അടുത്തത് ഒരു ഓൺലൈൻ മീഡിയയുടെ ആങ്കർ കൂടിയായിട്ടുള്ള മസ്താനിയുടെ പേരാണ്. അപ്പം ഓൺലൈൻ മീഡിയയിൽ നിന്ന് പലരും വരുന്നുണ്ട്. കുറച്ച് പേരുടെ പേര് ഞാൻ ഉൾപ്പെടുത്തുന്നില്ല, വേറൊരു പ്രഡിക്ഷൻ ലിസ്റ്റ് ഒക്കെ എത്തുമ്പോൾ ഞാൻ ഉൾപ്പെടുത്താം. അപ്പം കുറച്ച് പേരുടെ പേര് ഞാൻ നിലവിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. കഴിഞ്ഞ സീസണിലൊക്കെ വിളിച്ച് കുറെ പേര് ഒഴിവാക്കുന്നുണ്ട്. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ സാധ്യതകൾ കുറയാനുള്ളത് കൊണ്ടാണ് ഞാൻ ഉൾപ്പെടുത്താതിരിക്കുന്നത്. അപ്പം മസ്താനിയുടെ പേരാണ്. ബിഗ് ബോസ് കണ്ടസ്റ്റൻസിനെയൊക്കെ ഇന്റർവ്യൂ ചെയ്തിട്ട് പരിചയമുള്ള ഒരു ആങ്കർ കൂടിയാണ്. ഓൺലൈൻ മീഡിയയിലൊക്കെ അത്യാവശ്യം ഇപ്പം തിളങ്ങി നിൽക്കുന്ന, അത്യാവശ്യം ഹിറ്റായിട്ട് നിൽക്കുന്ന ഒരു ആങ്കർ കൂടി എന്ന് തന്നെ നമുക്ക് പറയാം ഈ ഒരു നിലവിലെ സാഹചര്യത്തിൽ. അതുകൊണ്ട് തന്നെ ബിഗ് ബോസിലേക്കൊക്കെ വരിക എന്ന് പറയുമ്പോൾ അവർക്ക് കുറച്ചുകൂടി ഒരു ഫെയിം ഉണ്ടാക്കി കൊടുക്കും. അപ്പം സാധ്യതകളുണ്ട്, സാധ്യതകൾ
തള്ളിക്കളയാൻ സാധിക്കത്തില്ല. ബിഗ് ബോസിന്റെ സൈഡിൽ നിന്ന് പോലും കോൾ എത്തിയേക്കാം. നമുക്ക് നോക്കാം. അടുത്തത് നമുക്ക് പറയാനുള്ളത് ഒരു ലൈഫ് സ്റ്റൈൽ വ്ളോഗർ ആയിട്ടുള്ള പ്രണവ് കൊച്ചുവിനെ കുറിച്ചാണ്. പ്രണവ് കൊച്ചുവിനെ എല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു. സോഷ്യൽ മീഡിയയിലൊക്കെ അത്യാവശ്യം എൻഗേജ്ഡ് ആയിട്ടുള്ളവർക്ക് തന്നെ അറിയാം. ബ്രദറുമായിട്ടുള്ള കുറച്ച് കോൺട്രാവേഴ്സികളും കാര്യങ്ങളും ഒക്കെ ഇവിടെ ഈയിടെയായിട്ട് നടന്നുകൊണ്ടിരുന്നു. അപ്പൊ അവർ രണ്ടുപേരും ഒന്നിച്ചൊക്കെ ആയിരുന്നു വ്ളോഗും കാര്യങ്ങളും ഒക്കെ. അപ്പം അതൊക്കെ മാറി ഇപ്പം പുള്ളി തന്നെയാണ് വ്ളോഗും കാര്യങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കാറ്റഗറിയിൽ തന്നെ ആള് എത്താനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം നിലവിലത്തെ സാഹചര്യത്തിൽ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ഹൈപ്പൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പം വരാതിരിക്കാം. അപ്പം നിങ്ങളുടെ അഭിപ്രായം പറയുക. അടുത്തതൊരു മെന്റലിസ്റ്റ്, ഹിപ്നോട്ടിസ്റ്റ്, അതുപോലെ തന്നെ കൗൺസിലർ എന്നൊക്കെ പറയുന്ന അജ്മൽ എസ് ആണ്. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. നമ്മുടെ എന്താണ് പെട്രോക്സ് ബോയിയോ അങ്ങനെ എന്തോ ആണ് സോഷ്യൽ മീഡിയയിൽ അറിയുന്നത്. കഴിഞ്ഞ ഒരു സീസൺ കഴിഞ്ഞ സമയത്തൊക്കെ അത്യാവശ്യം ദിയാസനയൊക്കെ ആയിട്ട് കുറച്ച് ഇഷ്യൂസ് ഒക്കെ ആയിട്ട് കേസും ഒക്കെ ആയി സോഷ്യൽ മീഡിയ അത്യാവശ്യം ചർച്ചാ വിഷയമായിട്ടുള്ളൊരു പേരാണ് പെട്രാക്സ് ബോയിയോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു പുള്ളി കുറച്ച് അവിടെ ഇവിടെയൊക്കെ വീഡിയോ ഒക്കെ ഞാൻ കണ്ടിരുന്നു. അപ്പം പുള്ളിയുടെ ഒറിജിനൽ പേരെന്ന് പറയുന്നതാണ് അജ്മൽ എസ്. മെന്റലിസ്റ്റ്, ഹിപ്നോട്ടിസ്റ്റ്, കൗൺസിലർ എന്നൊക്കെയാണ് ആൾ പറയുന്നത്. അത്യാവശ്യം സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേറ്റർ ഒക്കെയാണ്. കുറച്ച് കോൺട്രാവേഴ്സികളിലൊക്കെ വന്നിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. അത് ഈ ബിഗ് ബോസിലേക്ക് വരാനൊക്കെ ഉള്ള ഒരു തയ്യാറെടുക്കുന്നതായിരിക്കാം. അതിനുള്ള ഒരു കാട്ടിക്കൂട്ടലൊക്കെ ആവാം ഇവരൊക്കെ ചെയ്തുകൊള്ളുന്നത്. കാരണം ബിഗ് ബോസിലേക്ക് എങ്ങനെയെങ്കിലും എത്തിപ്പെടാൻ വേണ്ടി പല കോപ്രായങ്ങളും കാണിക്കുക എന്നുള്ളതാണല്ലോ. അപ്പൊ അതൊക്കെ എന്തെങ്കിലും ആട്ടെ, അവരുടെയൊക്കെ പേഴ്സണൽ കാര്യങ്ങൾ, നമ്മൾ അതിനകത്ത് ഇടപെടേണ്ട കാര്യമൊന്നുമില്ല. അതൊക്കെ അവരവരുടെ കാര്യങ്ങൾ അവർ ചെയ്യുന്നത് അവർക്ക് എന്താണോ നല്ലതെന്ന് തോന്നുന്നു അത് അവർ ചെയ്യും. നമ്മൾ അതിനകത്ത് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ എന്താണെന്നുണ്ടെങ്കിലും പെട്രാക്സ് ബോയ് അല്ലെങ്കിൽ അജ്മൽ എസിന്റെ പേരും നമ്മൾ പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുകയാണ്. സാധ്യതകൾ തള്ളിക്കളയാൻ സാധിക്കത്തില്ല. അടുത്തത് നമുക്ക് പറയാനുള്ള ഒരു പേര് ഫൗസിയ റഷീദിന്റെയാണ്. ഒരു സിംഗറും ലൈഫ് സ്റ്റൈൽ ബ്ലോഗർ ഒക്കെയാണ്. ഫോട്ടോ ഞാൻ കൊടുക്കുന്നുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അധികമൊന്നും അറിയത്തില്ല. സോഷ്യൽ മീഡിയയിലൊക്കെ ഉള്ള ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ, ബ്ലോഗർ എന്നൊക്കെ പറയാം. അത്രയൊക്കെ തന്നെ ഉള്ളൂ. സിംഗർ കൂടിയാണ്. അടുത്തത് നമുക്ക് പറയാനുള്ളത് മായ കൃഷ്ണ. കോമഡി പ്രോഗ്രാമുകളിലും ആർട്ടിസ്റ്റ് ഒക്കെ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് മായ കൃഷ്ണ. കോമഡി ആക്ട്രസ്, അതുപോലെ തന്നെ സിനി, സീരിയൽ ഇതിലൊക്കെ ഉള്ളൊരു ആളാണ്. അതിന്റെ ഫോട്ടോയും ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പം ഈ ഒരു പേരും കേൾക്കുന്നുണ്ട് ഈ ഒരു സീസൺ 7ലേക്ക് വരുമെന്നതിനെ കുറിച്ച്. അതുപോലെ തന്നെ ഒന്ന് രണ്ട് പേരുകൾ കൂടി ഉണ്ട്. വ്ളോഗർ ആയിട്ടുള്ള അൽത്താഫ്. ഫോട്ടോ ഒന്നും എനിക്ക് കിട്ടിയിട്ടുള്ളൂ കേട്ടോ. കാരണം സോഷ്യൽ മീഡിയയിൽ പുള്ളിയെ കുറിച്ച് എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. അപ്പൊ നിങ്ങൾക്ക് ആരെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറയുക. അൽത്താഫ് എന്നാണ് കേൾക്കുന്നത്. ഞാൻ അത്ര അവരെ ഒന്നും അധികം ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. അപ്പം എനിക്കും വലിയ ഐഡിയ ഒന്നുമില്ല. അൽത്താഫ് എന്നാണ് കേൾക്കുന്നത്. ഞാൻ പിന്നെ കൂടുതൽ സെർച്ച് ചെയ്യാനൊന്നും പോയില്ല. അതുകൊണ്ട് ഫോട്ടോയൊന്നും ഇല്ല. അതുപോലെ തന്നെ നൗഫൽ നിഷാദ്, ആങ്കർ ആയിട്ടുള്ള നൗഫൽ എന്നാണ് പറയുന്നത്. നൗഫൽ നിഷാദോ നൗഫൽ എന്നാണ് കേട്ടത്. അപ്പം ആങ്കർ കൂടിയായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അവരുടെ ഫോട്ടോയൊന്നും ഇല്ല. അപ്പൊ ഇത്രയും ഡീറ്റെയിൽസ് അതുകൊണ്ട് ഞാൻ അവരുടെ സെറ്റ് അവസാനത്തേക്ക് പറഞ്ഞത്. അതായത് നമ്മുടെ അൽത്താഫിന്റെയും അതുപോലെ തന്നെ നൗഫലിന്റെയും പേര് കേട്ടിരുന്നു. ഇവർക്ക് വരാനുള്ള സാധ്യതകളുണ്ട് ബിഗ് ബോസ് സീസൺ 7ലേക്ക്. അപ്പൊ ഇത്രയും പേരുകളാണ്. അറൗണ്ട് 20-21 പേരുകൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇവരുടെയൊക്കെ ഒരു ലിസ്റ്റാണ് നമ്മളൊരു പ്രിലിമിനറി പ്രഡിക്ഷൻ ലിസ്റ്റ് എന്ന് പറയുന്നത് പോലെ സാധ്യതകൾ ഉള്ള ഒരു കുറച്ച് പേര്. അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിലവിൽ സോഷ്യൽ മീഡിയയിൽ കുറച്ച് പേരൊക്കെ എടുത്ത്, അല്ലെങ്കിൽ കഴിഞ്ഞ സീസൺ കഴിഞ്ഞതിന് ശേഷം കുറച്ച് പേരൊക്കെ എടുത്ത് വരാൻ സാധ്യതകൾ ഉള്ളവരുടെ ലിസ്റ്റിൽ വന്നവരും മുൻ സീസണുകളിൽ നമ്മൾ പറഞ്ഞവരും ഈ ഒരു സീസണിലേക്ക് സാധ്യത കൽപ്പിക്കുന്നവരും ഒക്കെ ആയിട്ടുള്ള കുറെ ആൾക്കാരുടെ ഒരു ലിസ്റ്റാണ്. അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ആരൊക്കെ വരണമെന്നോ അല്ലെന്നുണ്ടെങ്കിൽ ആരൊക്കെ വരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നോ എന്നൊക്കെ കമന്റിൽ ഇടുക. അതുപോലെ തന്നെ നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും വരാൻ സാധ്യതകളുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആരൊക്കെ വരണം ബിഗ് ബോസ് മലയാളം സീസൺ 7ലേക്ക് എന്നൊക്കെ കമന്റ് ആയിട്ടൊന്ന് അറിയിക്കുക. അപ്പൊ കൂടുതൽ അപ്ഡേറ്റുകളും അല്ലെങ്കിൽ പ്രഡിക്ഷൻ ലിസ്റ്റുകളും ബിഗ് ബോസുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളൊക്കെ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം.